ഇക്കഴിഞ്ഞ മാസം 22-23 തീയതികളിൽ തിരുവനന്തപുരത്ത് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന മനുഷ്യനാണ് അജിത് ഡോവൽ. ഇപ്പോഴുണ്ടായ പ്രതിസന്ധി എന്താണ്? തികച്ചും അദ്ദേഹം ISROയുടെ നിരന്തരമായിട്ടുള്ള റോക്കറ്റ് ലോഞ്ചിങ് ഫെയിലാവുന്നത് അവിടുത്തെ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയേഴ്സിനെയും അതിൻ്റെ ചീഫുകളെയും കാണാൻ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, തലസ്ഥാനത്തിൻ്റെയും കേരളത്തിൻ്റെയും ചില സുരക്ഷിതത്വകൂടി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. 1. 2. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഏതൊക്കെ രാജ്യത്തോ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തോ പോകുന്നതിനും 2 ദിവസം മുമ്പേ അദ്ദേഹം ഒരു സന്ദർശനം നടത്തും. നമുക്കറിയാം, അദ്ദേഹം ഇൻ്റലിജൻസായ ഒരു കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ 80 വയസ്സായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഊർജ്ജസ്വലത, എപ്പോൾ ഏത് എയർപോർട്ട് വഴി ഏത് സംസ്ഥാനത്ത് വരുന്നെന്ന് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, മാറാട് പോലുള്ള കലാപങ്ങൾ നടക്കുന്ന സമയം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ, വർഗീയ ലഹളകൾ മലപ്പുറത്തും കോഴിക്കോട് നടക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ഉദ്യോഗസ്ഥൻ ആണ് അദ്ദേഹം. അടുത്ത കാലത്ത് പ്രധാനമന്ത്രി വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് വരുന്നതിന് മുമ്പേയും രഹസ്യമായി അവിടെയെല്ലാം സന്ദർശിച്ചിട്ട് പോയെന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അദ്ദേഹം വരുന്നതും പോകുന്നതൊന്നും വാർത്താമാധ്യമങ്ങളിലോ പത്രങ്ങൾക്കോ അറിയാൻ കഴിയില്ല. സാധാരണ ഒരു പാസഞ്ചർ എങ്ങനെയാണോ ദുബായിലും ഡൽഹിയിലും പോയിട്ട് തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന പോലെയാണ് അദ്ദേഹം വരുന്നതും പോകുന്നതും. അദ്ദേഹത്തെ വീക്ഷിക്കുവാനും നിരീക്ഷിക്കുവാനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ 3-4 പേര് കൂടെയും ഉണ്ടാകും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ജെയിംസ് ബോണ്ട് സിനിമകളിൽ നമ്മൾ കാണുന്ന പോലെ വളരെ ഇൻ്റലിജൻ്റായി നല്ല ക്രെഡിബിലിറ്റിയോടുകൂടി അദ്ദേഹം വരുന്നു, പ്രധാനമന്ത്രി ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യുന്നു, അന്വേഷിക്കുന്നു, പ്രധാനമന്ത്രിക്ക് ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്ന് വിവിധ IAS കേഡറിലെ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് സ്ഥിരം രാജ്യസുരക്ഷിതത്വം മാത്രം. അദ്ദേഹത്തിന് കുടുംബമോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വിഷയമല്ല. അദ്ദേഹത്തേക്ക് ഏൽപ്പിക്കുന്ന ജോലി, നമുക്കറിയാം പുൽവാമ പ്രശ്നം നടന്ന സമയം, ഇപ്പോൾ ലാസ്റ്റിൽ നടന്നിട്ടുള്ള കാശ്മീരിലുള്ള ആ തീവ്രവാദപരമായ 9-ൽ പരം നമ്മുടെ ഇന്ത്യൻ ആൾക്കാരെ കൊന്നതിൽ ഏൽപ്പിച്ച ദൗത്യം, അതുപോലെ പഹൽഗാം പോലുള്ള സംഭവങ്ങൾ നടന്നത്, ഇങ്ങനെ ഏതൊക്കെ സംഭവങ്ങളിൽ ദൗത്യം നടക്കുന്നോ ഇത് അവിടെയായിരിക്കും ഈ PSLV അട്ടിമറി പറയാൻ ഒക്കില്ല, സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ തകർക്കുവാൻ പല രാജ്യങ്ങളും കരുതിക്കൂട്ടിയിരിക്കുന്നു. 12 വർഷം കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങളെ അതിശയിപ്പിക്കുന്ന വളർച്ചയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചന്ദ്രയാൻ ദൗത്യമായാലും അത് കഴിഞ്ഞിട്ട് ചെന്ന് ഇപ്പോൾ ചൊവ്വയിൽ ഇറങ്ങിയതായാലും ഏത് ദൗത്യം, ഈ 12 വർഷത്തിനകം ഭാരതം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ, ആ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ തിരുവനന്തപുരത്ത് നിന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചട്ടക്കൂടുകളും ബാക്കി കാര്യങ്ങളുമെല്ലാം ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ നേരെ കട്ടക്കടയ്ക്ക് മാറ്റുവാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു DRD പോലുള്ള ഡിഫൻസിൻ്റെ ആയുധ നിർമ്മാണശാല വന്നാൽ നല്ലതായിരിക്കുമോ? മറ്റു കടൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കയറുവാൻ പറ്റുന്ന സ്ഥലമാണോ? ഇങ്ങനെ പലതും അദ്ദേഹത്തിന് പഠിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്തെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വ മേഖല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഒരു വളരെ കെയർഫുള്ളായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നോക്കുന്ന സ്ഥലം. ഒന്ന് ISROയുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ നെടുമങ്ങാട് വലിയമല LPSC. ഇപ്പോൾ അവർ വരുന്നു എന്ന് പത്രമാധ്യമങ്ങൾ പറയുന്ന അറിവേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം ഗവൺമെൻറ്റിൻ്റെ സീക്രട്ട് കാര്യങ്ങളാണ്, പുറത്തു പോകുകയില്ലല്ലോ. രാജ്യ സുരക്ഷയ്ക്കുള്ള കാര്യങ്ങളൊന്നും പുറത്തു വിടത്തില്ല. അപ്പോൾ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിട്ടതെല്ലാം, PSLV വിട്ടതെല്ലാം അടുത്ത കാലത്ത് നടന്നത് പരാജയങ്ങളാണ്. അതിൽ ഏതെങ്കിലും ശാസ്ത്ര സാങ്കേതിക ഉദ്യോഗസ്ഥന്മാർക്ക്
വിദേശ രാഷ്ട്രങ്ങളുടെ പങ്കുണ്ടോ, അത് പരാജയപ്പെടേണ്ട കാര്യം എന്താണ്, അതിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ക്രയോജനിക്കിൻ്റെ ചീഫ് ആരാണ്, അവരുമായിട്ട് ഡിസ്കഷൻ ചെയ്യണം. ബാക്കിയെല്ലാം ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ആര്യഭട്ട് മറ്റ് ബാക്കിയുള്ള ഭാസ്കരയും എല്ലാം വൻ വിജയമായിട്ട് ന്യൂനത സാങ്കേതിക വിദ്യ ഇന്ത്യൻ ടെക്നോളജിയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴും വിട്ട ഗ്രഹങ്ങളെല്ലാം പരാജയപ്പെട്ടു, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യേണ്ടി വരും. നമുക്ക് സംശയിക്കാതിരിക്കാൻ പാടില്ല. കാരണം നീണ്ട 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്പി നാരായണൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ശാസ്ത്ര സാങ്കേതിക വളരുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ രാഷ്ട്രീയ വഴക്കിൻ്റെ പേരിൽ കസേരയുടെ അടിയിൽ കെട്ടിയിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ രാജ്യം 30 വർഷത്തിന് മുമ്പ് ശാസ്ത്ര സാങ്കേതിക വിദ്യ കേരളം ISRO ഡെവലപ്മെൻറ്റ് ISRO വളർന്നു വരേണ്ടതാണ്. അതിനെ മുരടിപ്പിച്ചത് ചില ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില വിദേശ രാഷ്ട്രങ്ങളാണ്. അതിന് വേണ്ട അന്നത്തെ സർക്കാരുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അജിത് ഡോവലിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് അന്വേഷിക്കുവാൻ അന്നത്തെ ഗവൺമെൻറ്റിന് താല്പര്യമില്ലായിരുന്നു. അന്നത്തെ ഗവൺമെൻറ്റിന് ചില വിദേശ രാഷ്ട്രങ്ങൾ പറയുന്നതാണ് വേദവാക്യം. ഇന്നതല്ല. ഇന്ത്യയിൽ ചോദിക്കുവാനും പറയാനും ഒരു ഭരണാധികാരിയുണ്ട്. ലോകം അംഗീകരിക്കുന്ന നേതാവാണ്. ആ നേതാവ് പറഞ്ഞു, എന്താണ് ഈ അവർ വിട്ടുകൊണ്ടിരുന്നതെല്ലാം വിജയിച്ചല്ലോ, ഇപ്പോൾ പോകുന്നതെല്ലാം പരാജയപ്പെടുന്നല്ലോ, മിസ്റ്റർ ഡോവൽ നിങ്ങളൊന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് ചാർജ് കൊടുത്തതായിരിക്കാം, അങ്ങനെ വന്നതായിരിക്കാം. പക്ഷേ 22-ാം തീയതി കഴിഞ്ഞ മാസം ഇവിടെ വന്ന് അദ്ദേഹം തിരുവനന്തപുരം സിറ്റിയെല്ലാം കറങ്ങി കോട്ടയ്ക്കകത്തുള്ള മഹാ ചിപ്സിൽ പോയി കേരള ചിപ്സൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇത്രയും പോയിട്ടും ആ സുരക്ഷിതത്വം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 4 ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടെ ഉണ്ട്. സാധാരണ ഇന്ത്യൻ കാഷ്വൽ ഡ്രസ്സിലാണ് അദ്ദേഹം വരുന്നത്. അത് ഇവിടുത്തെ എല്ലാം ചോർന്നെടുക്കുന്ന പത്രമാധ്യമങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഇന്ത്യൻ സുരക്ഷിതത്വത്തിൻ്റെ ഒരു നിർണായക ഇതാണ് ഡോവലിൻ്റെ തിരുവനന്തപുരം സന്ദർശനം. അതോ ഇപ്പോൾ കുറച്ച് നാളുകളായി നാം പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര സംഘം അത് റെയ്ഡിന് വന്നാൽ പോലും കേരളത്തെ അറിയിക്കാത്ത രീതിയുണ്ടല്ലോ. ആണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലും, എല്ലാവരുമല്ല, ചിലർ ED വരുന്നു, നിങ്ങളുടെ പേപ്പറുകൾ മാറ്റിക്കൊള്ളൂ, നിങ്ങൾ ഒളിച്ചോളൂ എന്നുള്ള സന്ദേശം കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട എന്ത് റെയ്ഡ് ഉണ്ടായാലും ആരെ അറസ്റ്റ് ചെയ്യാൻ വന്നാലും അറിയിക്കാറില്ല. കാരണം ഇവിടുത്തെ കേരള പോലീസ് എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ഇതിന് എതിരുള്ളവരാണ്. കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ എല്ലാം അറിയിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല അന്വേഷണ സംഘം തന്നെ രഹസ്യമായിട്ട് ED അന്വേഷണത്തിൻ്റെ ഇതാണ്. പക്ഷേ പബ്ലിസിറ്റിയായി വരികയാണെങ്കിൽ ഇതെല്ലാം രാഷ്ട്രീയ നേതാക്കളല്ലേ, അവിടുത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കമ്മീഷണർ എല്ലാം അതിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി അറിയിപ്പില്ലാതെ കേരളത്തിൽ ഡോവലിൻ്റെ വരവിന് പ്രസക്തിയുണ്ട്, തിരുവനന്തപുരത്തിന് പ്രസക്തിയുണ്ട്. പിന്നെ അദ്ദേഹം പുത്തരിക്കണ്ടത്ത് വന്ന് സംസാരിച്ച് പോയതിൻ്റെ ചില വിഷയങ്ങളുമായിട്ട് പഠിക്കുവാനോ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫയലുകൾ തയ്യാറാക്കണോ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ സംശയങ്ങളാണ്. എന്തുകൊണ്ടും ഈ വരവ് എന്തോ നിർണായകമായ ഉദ്ദേശമുണ്ട്. അത് സബലീകരിക്കുവാനാണ് പ്രധാനമന്ത്രി ഏൽപ്പിച്ച ദൗത്യത്തിന് 22-ാം തീയതി ഇവിടെ വന്നു. അദ്ദേഹം 1-ാം തീയതിയോ 2-ാം തീയതിയോ പോയി. ഒറ്റ പത്രമാധ്യമങ്ങൾ പറഞ്ഞില്ല. വളരെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി സക്സസ്ഫുള്ളായിട്ട് തിരിച്ച് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് അജിത് ഡോവൽ മടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.